സത്യം പറയല്ല, ഈ ഒരു ട്രെയിലർ ഞാൻ കാണണ്ടെന്ന് തന്നെ വിചാരിച്ചിരിക്കുക തന്നെയായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇനി സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി ഏകദേശം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ ഇനി എങ്ങാനും അവർ എന്തെങ്കിലും കരുതി സ്പോയിലർ ഇട്ട് നമ്മുടെ ഉള്ള, അതായത് ചില സിനിമകൾ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ, അതായത് സിനിമ മൊത്തം ട്രെയിലറിൽ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു ട്രെയിലർ കാണണ്ടെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അപ്പോൾ ഈ ഒരു ട്രെയിലർ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ ഫ്രണ്ട്സ് ഇൻസ്റ്റയിലാണെങ്കിലും അതുകൂടാതെ തന്നെ യൂട്യൂബിലാണെങ്കിലും ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു റിയാക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യം വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു ട്രെയിലറിൻ്റെ റിയാക്ഷൻ ചെയ്യാൻ തന്നെയാണ് വിചാരിച്ചത്. ഹോപ്പ്ഫുള്ളി ഇവർ അധികം സാധനങ്ങളൊന്നും സ്പോയിലർ ആക്കൂലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, ലെറ്റ്സ് ഫക്കിംഗ് ഗോ. Okay. Asgard, 20th Century Fox in Easter egg. X-Men Origins കഴിഞ്ഞിട്ട് ഇപ്പോഴും അവർ ടീം അപ്പ് ചെയ്യുന്നത്. Oh wow, X-Men Origins Logan എന്റെയൊക്കെ സീൻ. Yeah, X-Men Origins. ഈ പെണ്ണ് ചിലപ്പോൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരാഴ്ച ബാക്കിയുള്ളൂ. ലോയത്ത്, മാറ്റ് മാക്സ് ഫ്യൂറി റോഡിന്റെ കുറെ ഇത്, ബാക്കി കുറെ മ്യൂട്ടൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വില്ലൻ Oh yeah. ഇത് ഇവർ നേരത്തെ ഒരു ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സേബർ ടൂത്തിന്റെ ആ ഒരു സീന്. ഓക്കെ, മൈൻഡ് കൺട്രോൾ ചെയ്യുന്നു. ഓ യാ, ഞാൻ പറഞ്ഞില്ലേ ലോകനിലെ ആ പെണ്ണ് പുള്ളിക്കാരി വളർന്നു. നേരത്തെ നമ്മൾ കണ്ട കൊച്ചുകുട്ടി അല്ല ഇപ്പോൾ. ഗോൾഡൻ ഗൺസ് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. സ്പൈഡർമാൻ ഉണ്ട് സിനിമയ്ക്കകത്ത്. ജൂലൈ 26 റിലീസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറെ കാര്യത്തിൽ ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്. പതുക്കെ പോ. സീരിയസ്ലി ഓക്കെ, ഇത് ആരായിരിക്കും? ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോസിനകത്ത് കുറെ റൂമേഴ്സിനകത്തൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ആൾക്കാരാകാനാണ് സാധ്യത വളരെ കൂടുതൽ ഈ ഒരു ലേഡി ഡെഡ്പൂളിന്റെ റോളിനകത്ത് എന്നുള്ള കാര്യം തന്നെ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ആരാണ് ഈ ഒരു ലേഡി ഡെഡ്പൂളിന്റെ റോള് ചെയ്യാൻ പോകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള റൂമേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാതെ തന്നെയാണ്. ആൻഡ് നമ്മൾ ഈ ഒരു സീനകത്ത് പുറകിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെയും കുറേ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മേ ബി ചിലപ്പോൾ അവഞ്ചേഴ്സ് അസംബിൾ ചെയ്ത പോലെ തന്നെ എക്സ്മാൻ അസംബിൾ ഇതിനകത്ത് ചിലപ്പോൾ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെങ്കിലും ഇപ്പോൾ കെവിൻ ഫീജിയെ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അടുത്തൊന്നും ഒരു എക്സ്മാൻ ഫ്രാഞ്ചൈസി അവരിപ്പോൾ MCU ചെയ്യാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത് തന്നെ. സോ നമുക്കൊരു ക്ലോസ് എന്ന് പറയാൻ നമുക്ക് അടുത്ത് നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു എക്സ്മാൻ സിനിമ അല്ലെങ്കിൽ ഒരു മ്യൂട്ടൻസിന്റെ സിനിമ ആ സത്യം പറഞ്ഞാൽ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ തന്നെയാണ്. കാരണം ഇനി നമുക്ക് കുറേ നാൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണെങ്കിലും ഒരു 5-6 വർഷം കഴിഞ്ഞാൽ മാത്രമേ എങ്ങാനും അവരിനിപ്പോൾ ഏതെങ്കിലും ഒരു പുതിയൊരു പ്രൊജക്റ്റ് എക്സ്മാനെ വെച്ച് ചെയ്യുവാണെങ്കിൽ അവർ ചെയ്യാൻ പോകുന്നുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ഇത് മിക്കവാറും എൻ്റെ ഒരു ഗസ് വെച്ചിട്ട് ചിലപ്പോൾ ഇത് എക്സ്മാൻ അസംബിൾ ആകാൻ സാധ്യത വളരെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ലേഡി ഡെഡ്പൂളിൻ്റെ നമുക്കൊരു ഫസ്റ്റ് ലുക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പുറകെ ആ ഒരു പോണിറ്റെയില്, പിന്നെ മൊത്തത്തിൽ ലേഡി ഡെഡ്പൂള്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ആരായിരിക്കും ലേഡി ഡെഡ്പൂളിന്റെ ക്യാരക്ടറിനെ പ്ലേ ചെയ്യാൻ പോകുന്നത് തന്നെ? ആൻഡ് നമുക്ക് ലോകനകത്തുള്ള ആ ഒരു കൊച്ചിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലോകനകത്ത് X-23 എങ്ങാണ്ടായിരുന്നു പ്ലേ ചെയ്തതെന്ന് തോന്നുന്നു. യെസ്, ലോകനകത്ത് ഡെഫിൻ കീനെ X-23 എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ആയിരുന്നു പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് നമുക്ക് ഒരു പുള്ളിക്കാരിയുടെ ഒരു റിട്ടേൺ കൂടിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ട്. ഈവൻ ദോ ഇത് സത്യം പറഞ്ഞാൽ ലോഗൻ സിനിമയായിട്ട് ഒരു ബന്ധമില്ലെങ്കിൽ തന്നെ
ഇതൊരു ഓൾട്ടർനേറ്റ് യൂണിവേഴ്സിൽ സംഭവിക്കുന്ന സിനിമ തന്നെയാണ്. സോ X23യുടെ ആ ഒരു ഫസ്റ്റ് അപ്പിയറൻസ് ഇത് നമ്മുടെ നേരത്തെ ന്യൂസ് വീഡിയോസിലും റൂമേഴ്സിലും ഒക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പുള്ളിക്കാരി എന്താണെങ്കിലും ഈ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെ. ആൻഡ് പുള്ളിക്കാരിക്ക് ഒരു ഒഫീഷ്യലായിട്ടൊരു കോമിക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു കോസ്റ്റ്യൂമും ഉണ്ടാവുമെന്നാണ് നമുക്ക് ഏകദേശം ആ ഒരു എന്താ പറയുക റൂമേഴ്സ് വെച്ച് നമുക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഓരോരുത്തരും ഡെഡ്പൂൾ ആൻഡ് വുൾവറിന്റെ ടിക്കറ്റ് എടുത്തോ? നിങ്ങൾ ഏത് തിയേറ്ററിൽ ഏത് ലൊക്കേഷനിലാണ് സിനിമ കാണാൻ പോണെന്നുള്ള കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. FDFC കാണാൻ വേണ്ടി എത്ര പേര് പോകുന്നുണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാതെ തന്നെയാണ്. സോ ഫൈനൽ ട്രെയിലർ കുറച്ച് റിവീലിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ഒബ്വിയസ്ലി. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്താണെങ്കിൽ ഞാൻ കണ്ടാലും കണ്ടില്ലെങ്കിലും ഇതിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടാലും കണ്ടില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇത് തന്നെ ഈ ലേഡി ഡെഡ്പൂളിൻ്റെ തന്നെ ഫോട്ടോ എടുത്തിട്ട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലും അതുകൂടാതെ ഫേസ്ബുക്കിലൊക്കെ ഇടാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും. സോ അപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെങ്കിലും നമ്മൾ കണ്ടുപോകും. സോ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ഫൈനൽ ട്രെയിലർ ഇനി വേറെ ട്രെയിലേഴ്സ് ഒന്നും നമ്മൾ കാണാൻ പോകുന്നില്ല. ഇനി നമ്മൾ നേരെ സിനിമയിലേക്കാണ് പോകുന്നത്. അതിന് മുമ്പായിട്ട് ഞാനൊരു ബിഫോർ യു വാച്ച് വീഡിയോയും കൂടി നമ്മുടെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. സോ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്കും ഷെയറും ചെയ്യാവുന്നത് തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ലെറ്റ്സ് ഫക്കിംഗ് go.